ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയുമോ ഒരാളുടെ ശക്തി എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ് പുഷപ്പ് ചെയ്യിപ്പിച്ച് നോക്കുക. ഈ ലോകത്ത് എത്രയധികം ആർമഡ് ഫോഴ്സസ് ഉണ്ടോ, അതുപോലെ തന്നെ എത്രയധികം ജിമ്മിൽ പോകുന്ന ആളുകളുണ്ടോ, അവരുടെയൊക്കെ പവർ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ജിമ്മിലുള്ള ട്രെയിനേഴ്സ് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അവരെ കൊണ്ട് പുഷപ്പ് ചെയ്യിപ്പിച്ച് നോക്കും. അവർക്ക് എത്ര പുഷപ്പ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കും. അതുപോലെ തന്നെ നമ്മൾ ആർമിയിലോ നേവിയിലോ ഏതൊരു ആർമഡ് ഫോഴ്സസിലേക്ക് പോവുകയാണെങ്കിലും അവിടെയെല്ലാം പുഷപ്പിനാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം പുഷപ്പ് അങ്ങനെയുള്ള ഒരു വ്യായാമമാണ്. അത് നിങ്ങളുടെ ഓവറോൾ ബോഡിയുടെയും പ്രത്യേകിച്ച് നിങ്ങളുടെ അപ്പർ ബോഡിയുടെയും പവർ എത്രയാണെന്നുള്ളത് കാണിച്ചു തരുന്നു. പുഷപ്പ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് മസിൽസ്, നിങ്ങളുടെ ഷോൾഡേഴ്സ് മസിൽസ്, നിങ്ങളുടെ ട്രൈസെപ്പ് മസിൽസ്, നിങ്ങളുടെ കൈകളുടെ മസിൽസ് ഇതെല്ലാം സ്ട്രോങ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പുഷപ്പിന്റെ വളരെയധികം വേരിയേഷൻസ് പറഞ്ഞു തരാം. അതുപോലെ തന്നെ പുഷപ്പ് ചെയ്യേണ്ട രീതികളെ കുറിച്ചും പറഞ്ഞു തരാം. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പർ ബോഡിയെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ട്രോങ് ആക്കി മാറ്റുവാൻ കഴിയും. കൂടുതൽ ഡീറ്റെയിൽ ആയി വർക്കൗട്ട് നോക്കുന്നതിന് മുമ്പ് റീസെന്റ് ഹൗ ടു ഹീൽ യുവർ മെറ്റബോളിസം എന്നുള്ള ഓഡിയോ പുസ്തകം കേൾക്കാനിടയുണ്ടായി. ഇതിൽ പോഷകാഹാരം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി വളരെ വ്യക്തമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ ഈ പുസ്തകത്തിന്റെ മുഴുവൻ ബുക്ക് സമറി കേൾക്കാനായിട്ട് ശ്രമിക്കുക. വളരെയധികം എഫക്റ്റീവ് ആണ്. ഞാൻ കേട്ടത് കുക്കു FM ആപ്ലിക്കേഷനിലായിരുന്നു. ഇതിൽ ഈ പുസ്തകം അല്ലാതെ മറ്റൊരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും സെൽഫ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടും ഉള്ള പുസ്തകങ്ങളുണ്ട്. TGM50 എന്നുള്ള നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തെ മെമ്പർഷിപ്പിന് വെറും 199 റുപ്പീസേ ആവുന്നുള്ളൂ. സോ ഈ ചാൻസ് മിസ് ചെയ്യരുത്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. വളരെയധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ആദ്യം നൽകുന്നത്. അതായത് ഒരുപാട് പേർ ചോദിക്കാറുണ്ട്, ജിമ്മിൽ ബെഞ്ച് പ്രസ് ചെയ്യുന്നതും വീട്ടിൽ പുഷപ്പ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഇത് തമ്മിൽ എത്രയധികമാണ് എഫക്റ്റിന്റെ വ്യത്യാസമുള്ളത് എന്ന്. ഈ രണ്ടിലും ഒരേപോലെയാണോ മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്, അതോ അതിൽ വല്ല അളവിന്റെ വ്യത്യാസം ഉണ്ടോ എന്ന്? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഒരു ഗ്രാഫ് കാണിച്ചു തരാം. ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ വീട്ടിൽ പുഷപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ജിമ്മിൽ പോയി ബെഞ്ച് പ്രസ് ചെയ്യുകയാണെങ്കിലും ഇത് രണ്ടിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്തു കൊണ്ടും നല്ല മസിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഇതിന്റെ അർത്ഥം. ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നോർമൽ പുഷപ്പിനെ കുറിച്ചിട്ടാണ്. നോർമൽ പുഷപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് നോർമൽ പുഷപ്പ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇൻക്ലൈൻ പുഷപ്പാണ് ആദ്യം ചെയ്ത് ശീലിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഈ ഇൻക്ലൈൻ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് മുഴുവൻ നിങ്ങളുടെ കൈകൾക്ക് താങ്ങേണ്ടതായിട്ട് വരില്ല. അത് നിങ്ങളുടെ ഒരു സോഫയിലോ ബെഞ്ചിലോ എന്തിലെങ്കിലും കൈ കുത്തി നിന്നുകൊണ്ട് ഒരു സൈഡ് അല്പം പൊങ്ങി നിന്നുകൊണ്ട് പുഷപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഫുള്ളായിട്ട് തറയിൽ കിടന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓവർലോഡ് വരുന്നതായിരിക്കും. എന്നാൽ ഇങ്ങനെ ഇൻക്ലൈൻ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഷപ്പ് ചെയ്ത് ശീലിക്കുവാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു ബെഞ്ചിലോ കസേരയിലോ സോഫയിലോ ഒരു തിട്ടിലോ മറ്റോ കൈ കുത്തിക്കൊണ്ട് നിങ്ങൾ പുഷപ്പ് ചെയ്യുക. ഇതാണ് ഇൻക്ലൈൻ പുഷപ്പ്. ഇത് നോർമൽ പുഷപ്പിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ പുഷപ്പ് ചെയ്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നോർമൽ പുഷപ്പ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് മാറും. അഥവാ നിങ്ങൾക്ക് കൂടുതൽ പുഷപ്പുകൾ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈത്തണ്ടയിലുള്ള മസിൽസിന് പവർ കുറവാണ് എന്നുള്ളതാണ്. ഇങ്ങനെ കൈത്തണ്ടയിലെ മസിൽസിന് നിങ്ങൾക്ക് പവർ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്തു നോക്കേണ്ടതാണ്. കൈത്തണ്ടകളുടെ മസിൽസിന് സ്പെഷ്യൽ പവർ കിട്ടുന്ന വർക്കൗട്ടുകളാണിത്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈത്തണ്ടകളുടെ മസിലുകൾക്ക് പവർ വരും. അതിലൂടെ നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യുവാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലെ മസിലുകൾ പവർഫുൾ ആയി മാറുവാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന മറ്റൊരു ടെക്നിക്കാണ് ഡയമണ്ട് പുഷപ്പ് ചെയ്യുക. ഈ കാണുന്നത് പോലെയുള്ള പുഷപ്പാണ് ഡയമണ്ട് പുഷപ്പ് എന്ന് പറയുന്നത്. ഇതിലൂടെ നിങ്ങളുടെ കൈകളിലെ മസിൽസ് മാത്രമല്ല നിങ്ങളുടെ ചെസ്റ്റ് മസിൽസിനും നല്ല ഗ്രോത്ത് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് വേറൊരു ഹോം വർക്കൗട്ട് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകളുടെ മസിൽസ്, ആബ്ഡമൻ മസിൽസ്, ചെസ്റ്റ് മസിൽസ്, ആം മസിൽസ് എല്ലായിടത്തേക്കും നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു വ്യായാമമാണിത്. ഈ എക്സർസൈസ് ചെയ്യുവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു നല്ല വെയിറ്റുള്ള സോഫയുടെ മറ്റോ അടുത്ത് പോയിരുന്നിട്ട് മുട്ടുകുത്തിയിരുന്ന് ആ സോഫയുടെ മറ്റേ അടിയിലേക്ക് നിങ്ങളുടെ കാലുകളുടെ പാദം തിരികെ വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ തറയിലേക്ക് കവിഴ്ന്ന് വീഴുന്നത് പോലെ പോവുക. വീഴാറാവുന്ന സമയത്ത് കൈകുത്തി ഒരു പുഷപ്പ് എടുത്ത് തിരിച്ചു വരിക. വീണ്ടും ഇതുപോലെ തറയിലേക്ക് വീഴാൻ പോവുക. ഒരു പുഷപ്പ് എടുത്ത് തിരിച്ചു വരിക. ഇത് നിങ്ങൾക്കൊരു സോഫ ഉപയോഗിച്ചോ ഒരു കട്ടിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കാലുകൾ തടഞ്ഞു നിർത്താൻ പറ്റുന്ന എന്തൊരു കാര്യം ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ്. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അപ്പർ ബോഡിക്കും സ്ട്രെങ്ത് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ ലെഗ്സിന്റെ മസിൽസിനും നല്ല പവർ കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറോൾ ബോഡിക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന വേറൊരു പുഷപ്പിനെ പരിചയപ്പെടുത്തി തരാം. ഈ പുഷപ്പ് നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരുപോലെ വ്യായാമം നൽകുന്ന ടൈപ്പാണ്.
ഈ പുഷപ്പിനെ പറയുന്നത് ഗെക്കോ പുഷപ്പ് എന്നാണ്. ഇത് ഈ രീതിയിലാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. ഇതിനെ ക്രോക്കഡൈൽ വാക്ക് എന്നും ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇത് ചെയ്യുവാൻ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം വേണം, കാരണം ഇത് നിങ്ങൾ ചെയ്ത് നീങ്ങി പോകുന്ന തരത്തിലുള്ള ഒരു പുഷപ്പാണ്. ഇടത്തെ കൈയും വലത്തെ കാലും, പിന്നെ വലത്തെ കൈയും ഇടത്തെ കാലും ഇങ്ങനെ മാറ്റി ഒരു മുതല നടന്ന് നീങ്ങുന്നത് പോലെ നടന്നുകൊണ്ടുള്ള പുഷപ്പാണിത്. ഇതിലൂടെ നിങ്ങൾക്ക് പുഷപ്പിന്റെ എഫക്റ്റും കിട്ടും, മാത്രമല്ല നിങ്ങളുടെ കാർഡിയോ ആക്ടിവിറ്റികൾക്ക് നല്ല സപ്പോർട്ടായിരിക്കും ഇതിലൂടെ ലഭിക്കുക. നിങ്ങളുടെ ഓവറോൾ മസിൽസിന്റെ ഗ്രോത്തും ഈ പുഷപ്പിലൂടെ ഈസി ആയിട്ട് നടക്കും. ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ എന്നും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ മസിൽസിന് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നന്നായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് നല്ല പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മസിൽ ഗ്രോത്ത് ഉണ്ടാവുകയില്ല. ഇതിനുവേണ്ടി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ വർക്കൗട്ടിന് ശേഷം ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കണം എന്നുള്ളത്. ഇങ്ങനെ വർക്കൗട്ടിന് ശേഷം ഉടനെ തന്നെ ഹൈ പ്രോട്ടീൻ ഉള്ള ഫുഡ് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു പുഷപ്പിനെ പരിചയപ്പെടുത്തി തരാം. ഇതിനെ ഡീക്ലൈൻ പുഷപ്പ് എന്ന് പറയുക. ഇത് നിങ്ങളുടെ മസിൽ ഗ്രോത്തിനെ വളരെ ഇംപ്രൂവ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു പുഷപ്പാണ്. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പർ ബോഡിയിലുള്ള മസിൽസിനെ നന്നായിട്ട് ഗ്രോ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡീക്ലൈൻ പുഷപ്സ് ആണ്. ഈ ഡീക്ലൈൻ പുഷപ്പ് എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ കാലുകൾ ഉയരമുള്ള എവിടെയെങ്കിലും കയറ്റി വെക്കണം. ഒരു ബെഡിലോ കസേരയിലോ അങ്ങനെ എവിടെയെങ്കിലും കാലുകൾ ഉയരത്തിൽ പൊക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ നിലത്ത് പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ലെഗ് ടൈഡ് പുഷപ്പ് എന്നും ഇതിനെ പറയും. അതായത് നിങ്ങളുടെ കാലുകൾ കുടുക്കിയിടുവാനുള്ള ഹുക്കുകൾ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ കാലുകൾ കുടുക്കിയിട്ടുകൊണ്ട് നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാവുന്നതാണ്. കാല് തറയിൽ മുട്ടാതെ പൊങ്ങി നിൽക്കണം എന്നുള്ളതാണ് ഈ ടൈപ്പ് പുഷപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പുഷപ്പിൽ നിങ്ങളുടെ കാലുകൾ പൊങ്ങി നിൽക്കുകയാണല്ലോ, നിങ്ങളുടെ കൈകൾ മാത്രമാണ് തറയിൽ മുട്ടിയിരിക്കുന്നത്. അത് കാരണത്താൽ ഈ പുഷപ്പിന് വളരെ വലിയ എഫക്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ പുഷപ്പ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ ഓവറോൾ ബോഡിയിലേക്ക് എത്രയധികം എക്സർസൈസ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇങ്ങനെ നിങ്ങൾ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാലുകൾക്ക് വാസ്തവത്തിൽ അവിടെ ഒരു റോളുമില്ല. കാലുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു റെസ്റ്റ് മൂഡിലാണ്. അത് കാരണത്താൽ നിങ്ങളുടെ അപ്പർ ബോഡിയിലേക്കാണ് ഫുൾ ആയിട്ട് എക്സർസൈസിന്റെ ഫോക്കസ് ഉണ്ടാകുന്നത്. ഇതിലൂടെ നിങ്ങളുടെ കൈകളിലെ മസിൽസും ചെസ്റ്റ് മസിൽസ് എല്ലാം നല്ല രീതിയിൽ പവർഫുൾ ആയിട്ട് മാറും. നിങ്ങൾക്ക് ശരിയായ പുഷപ്പ് ചെയ്യുവാൻ ആദ്യമൊന്നും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു തരാം. കാൽമുട്ടുകൾ തറയിൽ മുട്ടിച്ചു വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാഫ് പോർഷൻ മേലേക്കുള്ള ഭാഗം മാത്രം പുഷപ്പ് എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പുഷപ്പ് ചെയ്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലെ മസിൽസും ചെസ്റ്റ് മസിൽസ് എല്ലാം കുറച്ച് ഇംപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾക്ക് പിന്നീട് ഈസി ആയിട്ട് വലിയ പുഷപ്പുകൾ ചെയ്യാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് ഡീക്ലൈൻ പുഷപ്പ്, ഡയമണ്ട് പുഷപ്പ് ഇതെല്ലാം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാക്കുവാൻ സാധിക്കും. സോ ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ പവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ ഏറ്റവും നല്ല ഓപ്ഷൻ പുഷപ്പ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. പുഷപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ അപ്പർ ബോഡിയുടെ ആംസിന്റെ എല്ലാം മസിൽ പവർ വളരെ പവർഫുൾ ആയിരിക്കണം. അത് കാരണത്താൽ പുഷപ്പ് ചെയ്ത് ശീലിക്കുക. ഈ പറഞ്ഞ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പുഷപ്പ് ചെയ്ത് ശീലിക്കൂ. സോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.